ആവില്ല. അതിനുള്ള ആർജവവും അതിനുള്ള ക്ഷമയും അഹിംസാലോലുപമായ ജീവിത രീതിയും അവരെന്നേ ആർജിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ വൈവാഹിക സങ്കല്പങ്ങൾ ശ്രദ്ധേയങ്ങളായിരുന്നു. ഇപ്പൊ ഗണപതി പൂജനം, വിനായക കൽപ്പം, ശുക്ലപക്ഷ ചതുർത്ഥിയിലോ പഞ്ചമിയിലോ എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷ ചതുർത്ഥി പഞ്ചമി സിദ്ധികാമന്മാരും ഋദ്ധികാമന്മാരും പശുകാമന്മാരും വിനായക ബലി നടത്തിയിരുന്നു. മാതൃപൂജനം. ധനകാമനയോ ഋദ്ധി ഐശ്വര്യം, ഐശ്വര്യത്തിന് ആഗ്രഹമോ എന്തെങ്കിലും സിദ്ധമാകാൻ ആഗ്രഹമോ വിഷയഭോഗത്തിനാഗ്രഹമോ ഉണ്ടെങ്കിൽ മാതൃബലി, മാതൃപൂജനം, വിനായക ബലി, ഗണപതി പൂജനം അനിവാര്യമാണ്. വിനായകസ്യ പൂജന മനസ്ഥാപനം, വിനായക ബലിഹരണം, ഭൂതബലി, കങ്കണബന്ധനം, ഇതെല്ലാം വിവാഹപൂർവമായുള്ള ചടങ്ങുകളാണ്. ഇതെല്ലാം ശ്രദ്ധേയവുമാണ്. അഥാ പഞ്ചസൂത്രം കങ്കണം ഹസ്തേ വ്യാഹൃതിഭിർ ബധ്നാതി വിനായക മഹാബാഹു വിഘ്നേശ ഭവദാജ്ഞേയ കാമാസേസാധിന സർവേ ഇദം ബധ്നാമി കങ്കണം. കങ്കണബന്ധനം ഇതി. കൂടെ വിനായക വിസർജനം, വിനായകനെ പൂജിച്ച് വിനായകനെ ഒഴുക്കുക, വിനായക വിസർജനം. ബഹുവൃജ പരിശിഷ്ടം, ഇത് വളരെ ഭംഗിയായി പറയും. ബഹുഋച പരിശിഷ്ടം, അതാണ് ആ ഗ്രന്ഥം. അതിലാണ് ഇതിന്റെ വിസ്തൃത വർണ്ണനമുള്ളത്. ഹിരണ്യകേശി ഗൃഹ്യസൂത്രം, അത് രണ്ടും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ പറഞ്ഞതാണ്. പിന്നെ പറയാത്ത ഒരെണ്ണം പരശുരാമ കാരികയാണെന്ന് തോന്നുന്നു. അതിലും ഇത് വർണ്ണിക്കുന്നുണ്ട് കൂടുതൽ. ഇത് കഴിഞ്ഞാണ് പുണ്യാഹവാചനം. അതും ജലത്തോട് ബന്ധപ്പെട്ടതാണ്. ഉദകശുദ്ധി പോലെ അന്നം കൊടുത്ത് ബഹുമാന്യരായ ആളുകളെ, ജ്ഞാനികളെ, ജ്ഞാതികളും ജ്ഞാനികളും വിവാഹത്തിന് വേണം. ഇതിൽ ജ്ഞാനികളായവരെ, ബ്രാഹ്മണരെ, അത് പുത്രപൗത്ര സങ്കല്പമായി മാറിയത് ഉപനിഷത്തുകളനുസരിച്ച് ബ്രഹ്മസത്യം അറിഞ്ഞവന്റെ സന്തതി പരമ്പരയിൽ ഒരെണ്ണം പോലും അജ്ഞാനിയായി ജനിക്കില്ല. അതുകൊണ്ടാണ് അത് ജനനം കൊണ്ടാണെന്ന് പറഞ്ഞത്. അതിന് ശ്രുതി പ്രമാണമുണ്ട്.
പ്രത്യേക അടിവരച്ച് പറയേണ്ടത്, ബ്രഹ്മജ്ഞാനത്തിലെത്തിയ ഒരുത്തന് പോലും അജ്ഞാനിയായൊരു പുത്രൻ ജനിക്കില്ല. ജനിച്ചുവെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഉത്തരം ഞാൻ പറയണ്ട. പാദവൃത്യം നഷ്ടപ്പെട്ടു എന്നെടുത്താൽ മതി. വളരെ കൃത്യമായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. ജ്ഞാനത്തോടല്ല നിങ്ങൾക്ക് എതിർപ്പെന്നുള്ളതും പ്രത്യേകമാണ്. നിങ്ങളിരിക്കുന്നവരെല്ലാം പല മതക്കാരും ജാതികളുമാണെന്ന് തോന്നുന്നു. Am I right? Am I right? No. ആണെന്നാണ് എൻ്റെ സങ്കല്പം. ഏകദേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെയാണ് എൻ്റെ വിചാരം. തെറ്റിയാൽ ക്ഷമിക്കണം. എൻ്റെ വിചാരം ശരിയാണെന്ന് എനിക്ക് വിചാരിക്കോ? വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതു മനുഷ്യനും ഇന്ത്യയിൽ, ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോലും, എങ്ങനെയെങ്കിലും അവൻ്റെ പിതൃപൈതാമഹ സംപ്രാപ്തമായ പാരമ്പര്യം വളച്ചോ തിരിച്ചോ നീട്ടിപ്പിടിച്ചോ ഒരു ജാതി ബ്രാഹ്മണ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് കാണാം. യുക്തിവാദിയായാലും ഹിന്ദുക്കളല്ലാത്ത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വരെ. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ബഹുമാനിക്കത്തക്ക എന്തോന്നുള്ളത് കൊണ്ടാണ് ഈ വളഞ്ഞു തിരിവെല്ലാം എന്ന് മനസ്സിലായില്ല. എന്നാൽ ബ്രാഹ്മണ്യത്തിൽ ജനിച്ചവന് ഇതാണെന്ന് പറയാനൊരു വൈക്ലഭ്യവും കാണുന്നുണ്ട്. കടുങ്കൈയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. അറിഞ്ഞേ മറുപടി പറയാവൂ. പെട്ടെന്ന് മറുപടി പറയണ്ട. ഇങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം. എന്തു തോന്നുന്നു? ഉണ്ട്. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ അതിൽ പെട്ടതാണ് എൻ്റെ പൈതൃകമെന്ന് അഭിമാനിക്കാൻ, ആസ്വദിക്കാൻ ഒരറിവും അംശവും കിടക്കുകയും, എന്നാൽ വർത്തമാനകാല സ്ഥിതിയെ വെച്ചുകൊണ്ട് അതിനെ എതിർക്കാനുള്ള ഒരു വിപ്ലവം ഉള്ളിൽ നിൽക്കുകയും ഒരേ സമയത്തുള്ളവരാണ് ആധുനിക മനുഷ്യർ. വർത്തമാന സംഭവങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ആ രംഗം പരിശുദ്ധമല്ലെന്നും പൂർവകാലങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അതൊരു പരിശുദ്ധ രംഗമായതുകൊണ്ട് അത് തൻ്റെ കൂടി പൈതൃകമാണെന്ന് വരുത്തി തീർക്കുവാനുള്ളൊരു ത്വരയും ആധുനിക മനുഷ്യനെ അലട്ടുമ്പോൾ അതിൻ്റെ പരിശുദ്ധി വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണെന്ന് സാർവലൗകികമായി ചിന്തിക്കേണ്ട കാലമാണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ പക്ഷം. അനുഷ്ഠാനങ്ങളുടെയും ജീവിത മാതൃകകളുടെയും അനുപേക്ഷണീയമായ കർമ്മപദ്ധതികളുടെയും അടിസ്ഥാനത്തിൽ ആ പൗരാണിക തേജസ് അഭംഗുരം വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ പൈതൃകങ്ങൾ ഉറങ്ങിക്കിടന്ന് ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് കണ്ടെത്തുന്ന ഉത്തരം. എൻ്റെ കണ്ടെത്തൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യാം. ശരിയാണെങ്കിൽ ഇത് തിരുത്തലിനുള്ള സമയമാണ്.
അവിടെയാണ് സ്മാർത്ഥ സങ്കല്പങ്ങൾക്ക്, ഗൃഹ്യസൂത്രങ്ങൾക്ക് പുനർജീവനവും പുനഃപ്രതിഷ്ഠയും അനിവാര്യമായി വരുന്നത്. അത് നിങ്ങൾക്ക് ആലോചിക്കാം. അദ്യ വിവാഹ ഇതി ബ്രാഹ്മണാൻ അന്നേന പരിവിശ്യ പുണ്യാഹം സ്വസ്തി ഋദ്ധിം ഇത്യാകാരപൂർവം ദൃശ്യരേഖൈകാം ആശിഷോ വാചയിത്വാ. പുണ്യാഹ വാചനം നടത്തുന്ന ബ്രാഹ്മണൻ പൂജ്യരായ അരികൃതപാണികളായി പ്രാങ്മുഖേ നിന്ന് അവരുടെ ദക്ഷിണഭാഗത്തുദമുഖം ഉദകകുംഭം ധരിച്ച് വാചയിതാ നിൽക്കണം. പുണ്യാഹ വാചയിതാ നിൽക്കണം. മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ വലത് ഭാഗത്തു നിൽക്കണം. അധൈനാൻ സംപൂജയതി മനസ്സമാധീയതാം ഇതി. അവിടെയാണ് ജലത്തിന്റെ പരിശുദ്ധി ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാഹിതമായ മനസ്സാണ് ജലത്തെ ശുദ്ധമാക്കുന്നത്, എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നത്. ഇത് പഴയ കാലത്തെ അമ്മമാർക്കറിയാം. അവരന്നം തൊട്ടാൽ, പാത്രം തൊട്ടാൽ, എന്ത് തൊട്ടാലും കൈ കഴുകും. ഇന്ന് കഴിക്കാൻ പോലും കഴുകൂല. ഒരു പരിശുദ്ധിയുടെ അളവായാണ് അവരെണ്ണിയിരുന്നത്. പഴയ കാലത്തൊക്കെ എന്നെ കേൾക്കുന്നവരിൽ ഒരു 60 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പേര് കൈപൊക്കിയിട്ടുണ്ട്. 13 പേര് കൈപൊക്കിയിട്ടുണ്ട്. 14. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ കാലത്ത് കിണറിലെയും കുളത്തിലെയും ഒക്കെ വെള്ളത്തില് ചില സമയത്ത് കൂത്താടി കൊതുകിന്റെ ലാർവയുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിലെ അമ്മ പറയും, ആരോ ചോദിക്കാതെ ഒന്ന് വെള്ളം കോരിയിട്ടുണ്ട്, വെള്ളം അപരിശുദ്ധമായിട്ടുണ്ട് എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ ആ കൈപൊക്കിയവർ? ആരെങ്കിലും കേട്ടിട്ടുണ്ട്? അത് കഴിഞ്ഞാൽ ഉടനെ പുണ്യാഹം കൊണ്ടുവരാൻ പറയും. അതൊന്ന് തളിക്കുന്നതേ കാണാറുള്ളൂ, പിന്നെ ഈ ജീവിയെ കാണാറില്ല. അല്ലാതെ അന്ന് ഫോഗിങ് ഒന്നുമില്ല, ചോറടച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് കണ്ടിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടോ? 1, 2 പേര് കൈവക്കിട്ടുണ്ട്, 3, 4 കിണറ്റിലൊക്കെ ഒഴിച്ച് കണ്ടിട്ടുണ്ട്. പോയതായിട്ട് കണ്ടിട്ടുണ്ടോന്നാ എനിക്കറിയണ്ടേ. ഉണ്ട്. അല്ല, ഒഴിക്കുന്ന കണ്ടിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. ഒഴിക്കുന്നത് ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞോളൂ. ഒഴിച്ചാൽ പോകുമോ എന്നാണ് അറിയേണ്ടത്. ജലത്തെ പരിശുദ്ധമാക്കുന്ന, അതിനാണ് ഋത്വിക്കുകളോട് ചോദിക്കുന്നത്. പുണ്യാഹ വാചയിത ഋത്വിക്കുകളോട് ചോദിക്കും, മനഃസമാധിഗത. അവരുടനെ മറുപടി പറയും,
വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മോചിപ്പിച്ചിട്ട് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിച്ചിട്ട് പ്രാണനിയന്ത്രണം സാധിച്ചിട്ട് ഇടത്തെ നാസാദ്വാരമടച്ച് വലത്തെ നാസാദ്വാരത്തിലൂടെ 4 മാത്രയിൽ പ്രാണനെ എടുത്ത് പതിനാറ് മാത്രയിൽ നിലനിർത്തി താഴെ മൂലാധാരത്തിൽ ചെന്നടിക്കുന്നുവെന്ന് സങ്കൽപ്പിച്ച് 8 മാത്രയിൽ പുറത്തേക്കുമെല്ല വിടുമ്പോൾ നിരന്തരമായ ഈ ലഘു പ്രാണായാമ പ്രക്രിയയിലൂടെ മനോനിയന്ത്രണവും പ്രാണനിയന്ത്രണവും സാധിച്ച് വൃത്തിവിശിഷ്ടങ്ങളായ ലോകങ്ങൾ അസ്തമിച്ച് നിൽക്കുന്ന യജമാനനും ഋത്വിക്കുകളും മനസ്സ് സമാധിയിലാണോ എന്ന് ചോദിക്കുന്ന യജമാനന്റെ ചോദ്യത്തിനുത്തരമായി പ്രാണലയം സാധിച്ചവൻ, വൃത്തിയടങ്ങിയവൻ, അതെ എന്റെ മനസ്സ് സമാഹിതമാണ് എന്നുച്ചരിച്ച് സമാഹിതമായ മനസ്സിന്റെ ഉജ്ജ്വല തരംഗങ്ങൾ കൊണ്ട് ജലത്തെ പരിശുദ്ധമാക്കി ചെയ്യുമ്പോൾ ആ ജലമാ പുണ്യ. ജലം മാറും. ജലസ്വഭാവം മാറും. സൃഷ്ടിയുടെ അടിസ്ഥാനമായ ജലത്തെ പരിണമിപ്പിക്കുന്ന മനോവൈ ചന്ദ്രമ ബ്രാഹ്മണ നക്ഷത്രാണി തസ്മാത് ബ്രാഹ്മണേഷു മനഃ സമധാതി പ്രസീദന്തു ഭവന്തഃ ഇതി പ്രസന്നാസ്മഃ ഇതി തരേഷാം പ്രതിവചനം. ഇങ്ങനെ ഋത്വിക്കുകളും പുണ്യാഹ വാചയിതാവും തമ്മില് വചനം കൈമാറി തഥൈവാസ്യ പ്രസന്നാ ഭവന്തി. ശാന്തിരസ്തു പുഷ്ടിരസ്തു തുഷ്ടിരസ്തു ഋദ്ധിരസ്തു അവിഘ്നമസ്തു ആയുഷ്യമസ്തു ആരോഗ്യമസ്തു ശിവം കർമ്മസ്തു ഇത്യാശിഷമേവൈ താമാശാസ്തേ. തഥൈവേതരേഷാം പ്രതിവചനം. ഓമിതി ബ്രഹ്മ ഓമിതീദം സർവം തസ്മാദോമിതി സംധായ പുണ്യാഹം ഭവന്തോ ബ്രുവന്തു ഇത്യേതേനാഹശ്ച നക്ഷത്രം ച പുതേ ഭവതഃ തേ വൈനം പുതേ പുനീതഃ. എന്നിങ്ങനെ പുണ്യാഹവാചനം. ഇത് വളരെ നീണ്ടതാണ് ഇതിവൃത്തം.
നീണ്ട മന്ത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഇതനുസരിച്ച് യേവം വിദ്വാൻ പുണ്യാഹം വാചയതി നാസ്യ കർമ്മോ ഉപഹതം ഭവതി. അവന്റെ ഒരു കർമ്മവും നിഷ്ഫലമാവില്ല. അതിനനുസരിച്ചുള്ള ഔഷധങ്ങളും ധരിക്കും. ദുർവ, ദർഭ തുടങ്ങിയവയൊക്കെ. ദുർവ എന്ന് പറഞ്ഞാൽ കറുക. വേണ്ടത്ര ഔഷധങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അശ്വലായനം, അശ്വലായന ഗൃഹ്യസൂത്രം, കൗശീതകീ ഗൃഹ്യസൂത്രം, ആപസ്തംഭ ഗൃഹ്യസൂത്രം, മാനവ ഗൃഹ്യസൂത്രം, കാത്യായന പരിശിഷ്ടം, ജൈമിനി ഗൃഹ്യസൂത്രം, വൈഖാനസ ഗൃഹ്യസൂത്രം, ഇതൊക്കെ കൂടാതെ മുമ്പ് പറയാത്ത ഹാരീത സംഹിത, ആപസ്തംഭ സംഹിത, ഹിരണ്യകേശി ഗൃഹ്യസൂത്രം, വ്യാസൻ, യമൻ, അശ്വലായനൻ, പിന്നെ പുരാണങ്ങള്, ത്രികാണ്ഡമണ്ഡനം എല്ലാം. ഈ ചടങ്ങ് ഓരോന്നും നടക്കുമ്പോൾ മനസ്സിന് മാറ്റം വരും. നിങ്ങൾ സ്ത്രീയെ കാണാൻ വീട്ടുകാർ സങ്കല്പം തരുന്നത് മുതൽ വിവാഹത്തിന് തൊട്ടു മുമ്പ് വരെ കാമനകളുടെ സ്വപ്നങ്ങൾ സജീവമാണ്. ആരോഗ്യം മുഴുവൻ പോകും. 4 പ്രാവശ്യം ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കണ്ടാൽ മതി. അതിനെ കണ്ടാ പിന്നെ പിശാചി എപ്പിയല്ലേ. അതുകൊണ്ട് ഈ ബ്യൂട്ടി പാർലറൊക്കെ ഇല്ലെങ്കിൽ വലിയ കഷ്ടമായിരുന്നു. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഒരു ദിവസത്തേക്കെങ്കിലും കണ്ടാൽ കൊള്ളാവുന്നതാകുന്നു. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് പഥ്യമുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. Am I right? No. നല്ലൊരു ആലോചിച്ചു. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഈ സങ്കല്പങ്ങൾ അകാല വാർദ്ധക്യത്തിന് തന്നെ കാരണമാണ്. തലമുടി നേരത്തെ നിറയ്ക്കുക, ജീവിതം വിരസമാകുക. വേറെ വിവാഹമൊന്നും കഴിക്കേണ്ടി വരിക തന്നെയില്ല. അപ്പൊ അങ്ങനെയുള്ള പിള്ളേരാ കൂടുതൽ. അതുകൊണ്ട് സ്വാമിമാർക്കൊക്കെ കോളാണ്. ശിഷ്യന്മാരും ശിഷ്യകളും ഇഷ്ടം പോലാണ്. എനിക്കത് ഇല്ലാത്തത് കൊണ്ടുള്ള അസൂയെ പറഞ്ഞതല്ല, പേടിക്കണ്ട. നിങ്ങൾ നല്ല ഗൃഹസ്ഥന്മാരായാൽ മതി. അതിൽ നിന്ന് നല്ല സന്യാസി ഉണ്ടാവും. നല്ല ഗൃഹസ്ഥനില്ലെങ്കിൽ നല്ല സന്യാസി ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വാമിമാരെ തെറി പറഞ്ഞൊന്നും നടക്കണ്ട. നല്ല ഗൃഹസ്ഥനില്ലാത്തതുകൊണ്ടാണ്. നല്ല ഗൃഹസ്ഥന്റെ ഉത്തമ ജീവിതം നയിച്ച നല്ല തള്ളയുടെയും തന്തയുടെയും ഉപോൽപ്പന്നമാണ് നല്ല സന്യാസി. അഗ്നിയിൽ വീണ് കറകളഞ്ഞെടുത്തതുപോലെ അഗ്നിവസ്ത്രവും ചൂടി നടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഗാർഹസ്ഥ്യം ഇന്ത്യയിൽ വേണം. മിഷണറികളെ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ അപകടകരമാവുകയുള്ളൂ. ഉത്തമ ഗാർഹസ്ഥ്യമുണ്ടായാൽ അതുണ്ടാവും. അവിടെ ഇത്ര കർക്കശമായി പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് 10 പിള്ളേര് ജനിക്കട്ടെ, അതിൽ നിന്നൊരു 5 എണ്ണത്തിനെ ഞങ്ങൾക്ക് വിട്ടുക സാമൂഹ്യ സേവനത്തിന്. ഇത് 5 എണ്ണവും കൊള്ളിക്കരുതാത്തതാണെങ്കിൽ സാമൂഹ്യ സേവനം കുട്ടിച്ചോറായിട്ട് മാറും. മനസ്സിലായില്ലേ?
മറിച്ച് മറ്റത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു ഉത്തമൻ കടന്നുപോയാൽ മതി. ഒരുപാട് അധമന്മാരുണ്ടാക്കി വെച്ചത് മുഴുവൻ നേരെയാക്കി പോകാൻ. അവിടെ ഉത്തമ സങ്കല്പങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അതിനാണ് പുണ്യാഹവാചനവും മറ്റും. ഈ ജഗത്തിന്റെ സൃഷ്ടിയുടെ മുഴുവൻ രഹസ്യങ്ങളും ഏതൊരു ശൈവവും ശാക്തേയവുമായ സ്ത്രീ പുരുഷ സങ്കല്പത്തിൽ വിവാഹത്തോടെ ചെന്നു ചേരുവാൻ പോകുന്നോ, ഏതിൽ നിന്ന് സൃഷ്ടിയുടെ ജാലങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നുവോ, ഏതൊന്നിൽ നിന്ന് സമ്യക് തനുകരണത്തിനുള്ള സന്തതി പരമ്പരകൾ ആർജിക്കുവാൻ പോകുന്നുവോ, അതിന്റെ രംഗവേദിയെ പരിശുദ്ധമാക്കുന്ന പുണ്യാഹവാചനം. ഇത് കഴിഞ്ഞാൽ അങ്കുരാർപ്പണം. നിങ്ങളിൽ നിന്ന് അങ്കുരാർപ്പണം ഉള്ളവരാണ്. ഇന്ന് പക്ഷേ അങ്കുരാർപ്പണം എന്ന് പറയുന്നത് വയറ്റിലേക്കാണ്. മുളപ്പിച്ച് തിന്നുക, മുളപ്പിച്ച് കഴിക്കരുത്. ഇത് ഭാരതീയ സങ്കല്പത്തിന് പോലും വിരുദ്ധമാണ്. അതുകൊണ്ട് ചോദിക്കാൻ ഒരുങ്ങിയെന്ന് സംശയം. ഒന്നും ചെറുപയറും പയറും അതൊന്നും മുളപ്പിച്ച് തിന്നരുത്. വിത്ത് കുത്തി കഴിക്കുകയും ചെയ്യരുത്. ആശ്രമത്തിലൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ആ ശ്രമം കൊണ്ട് കൊടുക്കാറുണ്ട്. സാമ്പ്രദായിക ആശ്രമങ്ങൾ കൊടുക്കില്ല. അതിന്റെ കാരണം അതെല്ലാ അണുകങ്ങളോടും കൂടിയതാണ്. പ്രസവിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീയിൽ പൊതുവെ HPV അണുബാധയ്ക്കുള്ള അമിനോ അമ്ലങ്ങൾ രൂപപ്പെടുന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ അണുക്കൾ രൂപപ്പെടുന്നത് ആ സമയത്താണ്. ജീവജാലങ്ങളിലൊക്കെ ആ സമയത്താണ് സൂക്ഷിക്കേണ്ട കാലം. അതുകൊണ്ട് പ്രാചീനൻ ആ പീരീഡിനെ എന്തിലായിരുന്നാലും ആ പീരീഡിന് ബാലായ്മ എന്ന് പറഞ്ഞൊരു സമയം പറയും. കേട്ടിട്ടില്ല. കാരണം വന്നു പോകുന്നവനിൽ നിന്ന്, ഇടപെടുന്നവനിൽ നിന്നൊക്കെ സജീവമായിരിക്കുകയാണ്. കാരണം ഇന്നലെ വരെ സൃഷ്ടികർമ്മം നടത്തിയ ഒരു വലിയ കേന്ദ്രമുണ്ട് സ്ത്രീയിൽ. അണ്ഡാശയവും പരിവട്ടങ്ങളുമെല്ലാം അതെല്ലാം ലളിതകോമളമായി തീർന്ന് കുഞ്ഞിനെ പ്രസവിച്ചിട്ടിരിക്കുമ്പോൾ അതതിൻ്റെ പൂർവ്വരൂപങ്ങളിലേക്ക് തിരിച്ചെത്തി സ്വസ്ഥമാകുന്നത് വരെ സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഇടപാടുകൾ ഇവയെല്ലാം നിയന്ത്രിതമായി കൊണ്ടുപോകുന്നതിന് വെച്ച ഒരു സങ്കല്പമുണ്ട്. അതൊക്കെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് കേരളം ഇന്ന് HPV അണുബാധയുടെ പിടിയിലാണ്. ഒരൗഷധം നിങ്ങളുടെ കയ്യിലില്ല. HPV, HBV, HCV, H. pylori ഇവയെല്ലാം നിങ്ങളുടെ പിനിയൽ ഗ്രന്ഥിയെ ബാധിക്കുന്നതും ക്യാൻസറിനെ ഉണ്ടാക്കുന്നതുമായ വൈറസാണ്. ഏതാണ്ട് കേരളത്തിലെ 30% ക്യാൻസർ രോഗികൾ വൈറൽ ക്യാൻസറാണ് അനുഭവിക്കുന്നത്. ശുചിയായി ജീവിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് ആ ക്യാൻസർ.
മുളപ്പിച്ച വിത്തുകൾ ആഹാരമായി കഴിക്കൽ, ലൈംഗിക പരിശുദ്ധി, പ്രസവ പരിശുദ്ധി, ശിശു പരിചരണത്തിലെ പരിശുദ്ധി, വീട്ടിനകത്തും പുറത്തുമുള്ള ചുറ്റുപാടുകളുടെ പരിശുദ്ധി, ഇത് മാത്രം സൂക്ഷിച്ചാൽ 30% വരുന്ന ക്യാൻസർ ഒഴിവാക്കും. $5 മരുന്നില്ല. ഇത് വളരെ മുൻകൂട്ടി കണ്ടവരാണ് ഇത് രൂപപ്പെടുത്തിയത്, ഇത് എഴുതി വെച്ചത്. അത് മുഴുവൻ ഒറ്റയടിക്ക് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് തള്ളിയിട്ടായി പോക്ക് പോയത്. എല്ലാ തിരുവാതിരയ്ക്കും അട്ടങ്ങാടി ഇല്ലേ? ഇല്ലേ? എല്ലാ തിരുവാതിരയ്ക്കും നിലംപരണ്ടയുടെ നീരും നിലപ്പനക്കിഴങ്ങും കദളിപ്പഴവും ശർക്കരയും കൂവപ്പൊടിയും ചേർത്ത് കൂവ കൊണ്ടുണ്ടാക്കിയ കളി, കൂവ പായസം വർഷത്തിൽ 1 കഴിച്ചാൽ മതി. പാർവതീരജസ് സമുജ്വലമായി നിൽക്കുന്ന സ്ത്രൈണസങ്കല്പങ്ങളുടെ ശാരീരിക സ്ഥിതിയിലേക്ക് സമുജ്വലമായി കൂട്ടിയെല്ലുമ്പോൾ അതുളവാക്കുന്ന ഭാവതീവ്രത, അതിൽ സംഗീതവും സാഹിത്യവും അനുഷ്ഠാനവും കലാശവും സമ്യക് സംയോജിപ്പിക്കുന്ന പാട്ടും കളിയും കൈകൊട്ടും കോശതാളങ്ങളെ സമുജ്വലമാക്കി മാറ്റുന്ന ആ ഉൾച്ചേർച്ചയിൽ ഒഴിവാക്കുന്ന രോഗകോടികൾ, അതൊക്കെ പാട്ടൊക്കെ പുതിയ ശീലില് ഈണവും കൊടുത്ത് പുതിയ പകിട്ടും കാണിച്ച് അതുപോലെ കൊട്ടിപ്പാടിയാൽ മാറുമോ? വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ചടങ്ങുകളിൽ ഒന്നാണിത്. ശരിയല്ല. അന്യഗോത്രക്കാരും മറ്റുള്ളവരും ആ സമയത്ത് അതിൽ പങ്കുവഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അതിൽ ശൗചാദികൾക്ക് വെക്കുന്ന ജലം വരെ ശുദ്ധിയുള്ളതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഗർഭിണി ആയി കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് ഒരു വേരൻ, പെരിങ്ങിലം, പെരുകില, വട്ടപ്പലം, തീട്ടപ്ലാവില, ഏതാ ഈ നാട്ടിന്റെ പേരെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാം. പെരു, പെരുക്, പെരുകില, പെരിങ്ങലം, ഏത് പേരാ? പെരിങ്ങലം. അതിന്റെ വേര് അരി ചേർത്തരച്ച അടയുണ്ടാക്കി കൊടുക്കും. കോഷ്ടം ശുദ്ധമാവാൻ, HPV അണുബാധ മാറാൻ, ചമത അല്ലെങ്കിൽ പ്ലാശ്, അതിൻ്റെ ഇലയും തൊലിയും ഒക്കെ ഇട്ട വെള്ളം അണുനാശകമായോണ്ട് അതിൽ കുളിക്കും, അതിൽ ശൗചാദികൾ ചെയ്യും. ചിലരൽപ്പം കൂടെ ഉയർന്നവർ വേതുവെള്ളം അനേക മരുന്നിട്ട് തിളപ്പിക്കും. ശരിയല്ല. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് പോലും ഈ രോഗങ്ങളൊന്നും കണ്ടില്ല. പുതിയ ലോഷനുകളും പുതിയ ജീവിതക്രമങ്ങളും തോന്നിയവാസവും പ്രസവിച്ചുടനെ ബൈക്കിലുള്ള യാത്രയും കൊച്ചിനെ കൊണ്ട് കിടപ്പുകയായി രോഗകൂടാരത്തിൽ ആധുനികൻ ജീവിക്കുക. പിന്നെ ഇതൊക്കെ പ്രസവിച്ചാൽ ഇതിനെയൊക്കെ ഞങ്ങൾ വളർത്തിക്കോണമെന്നില്ലല്ലോ.
റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ നിൽക്കുകയല്ലേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്ലക്സ് ബോർഡിൽ പിള്ളേരെ എടുത്തു വളർത്തുന്ന റിഹാബിലിറ്റേഷൻ സെന്ററിന് പണവും ചോദിച്ചു. പിന്നെ ഈ നാടിന് പഞ്ഞുണ്ടോ? തന്തയ്ക്കും തള്ളയ്ക്കും എന്തിനായി കുഞ്ഞ്? 2-3 ലക്ഷം കൊടുത്ത് ഇതിനെയൊക്കെ അങ്ങ് ഏൽപ്പിക്കുക. പിന്നെ അവർ പിരിച്ചോളും ജീവിതകാലം മുഴുവൻ. 2 കിഡ്നി ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്നെ തല്ലണമെന്ന് തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്നെ തല്ലണമെന്ന് തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നുണയാണോ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് വിത്ത് മുളയ്ക്കുമ്പോൾ. പഴയ പാടശേഖരങ്ങളുള്ളവർക്കറിയാം. ഇപ്പോഴല്ല, മുമ്പ്. ഇപ്പം കൃഷിയൊന്നുമില്ല, ഇപ്പം മണ്ണിട്ട് നികത്തുക, റിയൽ എസ്റ്റേറ്റാണ്. 2 വിതകളുണ്ട് ഈ നാട്ടിലൊക്കെ, അടിച്ചു വിതയും പൊടി വിതയും എന്നാ പറയുക. ശരിയല്ല. അല്ലെങ്കിൽ അടിച്ചു വിതയ്ക്ക് വേണ്ടി വിത്ത് മുളപ്പിക്കും. വിത്ത് മുളയ്ക്കുന്ന സമയത്ത് സകല ജീവജാലങ്ങളും അവിടെ എത്തും. കണ്ടിട്ടുണ്ടോ? പാമ്പ് വരെ ചിലപ്പോൾ എത്തും. കേട്ടിട്ടുണ്ടോ? പറക്കുന്ന പ്രാണികൾ ഒട്ടു വളരെ എത്തും. ശലഭങ്ങൾ അതൊക്കെ അതിൽ വന്ന് വീഴും. കാണാൻ വയ്യാത്തവയും കാണാവുന്നവയുമായ ഒട്ടേറെ ജീവജാലങ്ങൾ വരും ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുമ്പോൾ. ആ സാധനം നിങ്ങളങ്ങ് കഴിക്കുമ്പോൾ ആ ജീവി, കാണാൻ വയ്യാത്ത അണുകൃമികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലും. അവയ്ക്ക് പലതിനും ഔഷധമില്ല. കാണാൻ വയ്യാത്തവയും കാണാവുന്നവയുമായവ മുളപ്പിച്ചത് വേവിച്ചു തിന്നാലോ എന്നൊരു സംശയം ഇങ്ങോട്ട് ചോദിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. അതിൻ്റെ അമിനോ അമ്ലങ്ങൾ പരിണമിക്കും. പുതിയ അമിനോ അമ്ലങ്ങൾ ശരീരത്തിലുണ്ടാവും. അത് നിങ്ങളുടെ ബ്രെയിനെ നിയന്ത്രിക്കും, അത് നിങ്ങളുടെ രക്തത്തെ നിയന്ത്രിക്കും, സ്വഭാവത്തെ വരെ നിയന്ത്രിക്കും. കാലിൻ്റെ ഇടയിൽ കറുത്തു ഫംഗസായി ഇടയ്ക്കിടയ്ക്ക് ചൊറിയുമ്പോൾ നഖത്തേല് 1.5 കിലോ കിട്ടും. ഈ പരുവത്തിലിരിക്കുന്ന ഒരാളിന് ഇന്നലെ വരെ ഇല്ലാത്ത സ്വഭാവ സവിശേഷതകൾ പലതും ഉണ്ടാകുന്നത് ആ അണു അയാളുടെ ബ്രെയിനെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ്. ടെൻഷൻ വന്നാൽ സോറിയാസിസും എക്സീമയും മറ്റും കൂടും. കാരണം ആ സൂക്ഷ്മാണുക്കൾ അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു, അവന്റെ ഡക്റ്റിലസ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു, അവന്റെ കുടുംബ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നു, ദമ്പതിക്രിയയിൽ എറക്ഷനെയും മറ്റും നിയന്ത്രിക്കുന്നു, താല്പര്യത്തെ നിയന്ത്രിക്കുന്നു, ലൈംഗിക മരവിപ്പ് പോലെയുള്ളവ ഉണ്ടാക്കുന്നു. ഒരു സൂക്ഷ്മാണു നിങ്ങളുടെ ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കുന്നതിലേക്ക് എത്തുമ്പോൾ അതിനെ ചുമന്ന് ജീവിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും അതിന് ജീവിക്കാൻ സന്താനങ്ങളെ പ്രസവിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് മാനുഷികം എത്തുന്നു. നിങ്ങളുടെ ബയോളജിയും കെമിസ്ട്രിയും മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും വെച്ച് പഠിക്കുക. ഇനിയും ഗവേഷണം കഴിഞ്ഞിട്ടില്ലല്ലോ. പ്രാചീനൻ ഈ ഗവേഷണമൊക്കെ കഴിഞ്ഞതാണ്. കനത്ത നിശബ്ദത തല്ലാനുള്ളതിന്റെ മുന്നോടിയാണോ? കാരണവന്മാരും മറ്റും പിള്ളേരെ തല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് വടി അന്വേഷിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. സംഘാടകർ ഈ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ആലോചിക്കാന്നുള്ളല്ലേ? അതല്ല അങ്കുരാർപ്പണം.
നവധാന്യങ്ങളുടെയും അങ്കുരം അർപ്പിക്കുന്നത് ഭാരതീയ സംസ്കൃതിയിൽ എല്ലാ ഉദാത്ത ചടങ്ങുകളിലും പ്രധാനമാണ്. സമയം തൈ ഒന്നൂരല്ലേ സംഘടനാരെങ്കിലും ആണോ? അല്ല, വിളിക്കണ്ട. ഒരു മണിക്ക് പോരെ എന്തോ ബോറടിച്ചില്ലല്ലോ. അല്ലത് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? നിങ്ങൾ ഇത്രയും നേരമൊക്കെ ക്ഷമയോടെ ഇരുന്ന് വല്ല വളിപ്പും കേൾക്കുകയോ റിയാലിറ്റി ഷോയും കാണുകയോ അല്ലാതെ തല ചൂടാകുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു വളിപ്പും പറയുന്നുമില്ല. ഒന്നാമത് എനിക്ക് വളിപ്പ് പറഞ്ഞ ആളുകളെ അധികം പരിചയമില്ല. മുല്ല നസറുദ്ദീനെയൊക്കെ ഇടയ്ക്ക് കോട്ട് ചെയ്യാനോട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇരുത്താൻ പറ്റിയതൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? ഈ അധ്യാപകരൊക്കെ ചില വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ സ്റ്റാൻഡപ്പ്, ലെഫ്റ്റ് ഹേൻ, റൈറ്റ് ഹേൻ, സിറ്റ് ഡൗൺ എന്നൊക്കെ പറയും. ബോറടിക്കുന്നില്ലല്ലോ. ഈ മസ്തിഷ്കത്തിന് പണി തരുന്ന ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എത്ര കണ്ട് അതിരിക്കാൻ തയ്യാറാകും എന്ന ശങ്ക എല്ലായ്പ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് വിചാരിക്കാം, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇല്ല, അങ്കുരാർപ്പണം, നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് അർപ്പിക്കും ഈ ചടങ്ങുകളിലെല്ലാം. ഇപ്പം നിങ്ങളത് കണ്ടിട്ടുള്ളത് മിക്കവാറും വിജയദശമിക്ക് കണ്ടിട്ടുണ്ടാവും ചില ക്ഷേത്രങ്ങളിൽ. ഇവിടെ ഉള്ളൂ തോന്നുന്നു, ബാക്കിയൊക്കെ ഏതാണ്ട് നിന്നു. അത് നിന്നു വരികയാണെന്ന് തോന്നുന്നു. ഇതോ തലകുലിക്കിയ പോലെ തോന്നുന്നു. നിന്നിട്ടില്ല. വിവാഹത്തിനുണ്ടോ? ഉണ്ട്. അപൂർവം എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഏതായാലും ഉണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ ഓർത്തായിരിക്കും. ഇപ്പോ ഒരെണ്ണം ചെന്നൈ കണ്ടു കാണും, ഒരു ഡോക്ടറുടെ കുട്ടിയുടെ ആയിട്ട്. അത് വെച്ചിട്ടായിരിക്കണം പറഞ്ഞു. അത് അദ്ദേഹം നിർബന്ധപൂർവം പഴയതൊക്കെ തപ്പിപ്പിടിച്ച് ചെയ്തതായിരിക്കണം. ജനറലി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ജനറലി ഉണ്ട്. സന്തോഷം. അപ്പോ അങ്കുരാർപ്പണവും മറ്റും ഗൃഹ്യസൂത്രങ്ങൾ വളരെ പ്രധാനമായ പറയുന്നത്. ഗോമയം, വൽമീകം ഇവയൊക്കെ കൊണ്ടുവന്നാണ്. അനേക ബീജാനി വ്രീഹ്യാദി സർഷബാന്താനി. യവം മുതൽ കടുക് വരെ സർഷബാന്തം മുളപ്പിക്കുക. വ്രീഹി, യവം ധാന്യങ്ങളെ മൊത്തമാണ് വ്രീഹി എന്ന് പറയുന്നത്. എങ്കിലും ശാലിവർഗത്തിൽപ്പെട്ട നെല്ലിന് വ്രീഹി എന്ന് പ്രത്യേകം പറയും. മാഷം, ഉഴുന്ന്, എള്ള്, മുതിര, കടുക് ഇതൊക്കെ മിശ്രിതമാക്കിയിട്ട് മിശ്രിത സർഷബാൻ. കാരണം നീയും നിന്റെ സന്തതി പരമ്പരകളും ഈ പ്രകൃതിയുമായി എങ്ങനെ യോജിച്ചു പോണം? വിപുലമായ ഈ ജൈവ വൈവിധ്യത്തിന്റെ ഒരംശമാണ് നീ. ആധുനിക വിദ്യാഭ്യാസം നേടുന്നവന് നഷ്ടമാകുന്നത് ആദ്യം. ഭാരതം ഏറ്റവും ആദ്യം ലോകത്തിലെ ഒന്നാമത്തെ
ജൈവ വൈവിധ്യ കേന്ദ്രമായി നിലനിന്നത്, ഭൂമധ്യരേഖയ്ക്കടുത്തായിട്ടും മരുഭൂമിയാവാത്തത് ഈ വൈദിക മനസ്സു കാരണം. ലോകത്തിലെ ഒന്നാംകിട ജൈവ വൈവിധ്യം ജനാധിപത്യം ആരംഭിക്കുന്നതിൻ്റെ തലേന്നാൾ വരെ അങ്ങനെ തന്നെ നിലനിന്നു. 400 കൊല്ലം വിദേശികൾ ഭരിച്ചിട്ടും ഇന്ത്യൻ ജൈവ വൈവിധ്യ മേഖലയെ തകർക്കാൻ കപ്പയും പുകയിലയും തേയിലയും അവർ കൃഷി ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, സമ്പത്തിന് വേണ്ടി മാത്രം ലോകം ആശ്രയിച്ച രാജ്യം, ലോകത്തിലെ മുഴുവൻ ജനതയും ഏതൊരു രാജ്യത്തിന്റെ സമ്പദ് വിഭൂതിയെ ആഗ്രഹിച്ചുവോ ആ രാജ്യം സമ്പത്തിനു വേണ്ടിയല്ല കപ്പയും തേയിലയും പുകയിലയും ഒക്കെ കൃഷി ചെയ്തത്. അതിന്റെ ആ സമ്പത്തിന്റെ ആവിർഭാവ കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതാണ് പാശ്ചാത്യത്തിന് കഴിഞ്ഞത് ആദ്യമായി. ഞാൻ സമ്പന്ന രാജ്യമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു. 1000-ലധികം സംവത്സരം ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും സ്വിറ്റ്സർലൻഡും പോർച്ചുഗലും എല്ലാം ഈ രാജ്യത്തിലേക്ക് എത്താനുള്ള വഴി അന്വേഷിച്ചത് കാണാൻ വേണ്ടിയല്ല, ഇവിടുത്തെ സമ്പത്തിൽ ഭ്രമിച്ചിട്ടാണ്. ചരിത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ അത് മനസ്സിലാവും. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത് ഈ നാട്ടുകാരെ മുത്താനൊന്നും വന്നതല്ല. ഇവിടെ കൊണ്ടുവന്ന് അവരുടെ സാധനം വിൽക്കാനുമല്ല. ഇന്ന് ഏത് ബഹുരാഷ്ട്ര ഭീമൻ ഇന്ത്യയിലേക്ക് വരുന്നതും ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണെങ്കിൽ അന്ന് ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. നിങ്ങൾ പഠിച്ച പോലെ അല്ല ഞാൻ പഠിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അതിന് കാരണം. അത്രയും വലിയ സമ്പന്ന രാജ്യത്ത് ജൈവ വൈവിധ്യം അതേപോലെ നിലനിന്നത് ഇന്ത്യയുടെ എല്ലാ ഉത്തമ ചടങ്ങുകളിലും ജൈവ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, അങ്കുരാർപ്പണം. മണ്ണിലിറങ്ങിയൊരു മരം നശിപ്പിക്കാൻ അവന്റെ കാലുകൾ വിറയ്ക്കുമായിരുന്നു. ഗോമയവും ചിതൽപ്പുറ്റുമൊക്കെ കൊണ്ടുവന്ന് വൽമീകം ഭംഗിയായതിൽ വിത്തുപാകി മുളപ്പിച്ച് സമർപ്പിക്കുന്ന, അത് ശിരസിലേറ്റ് നടക്കുന്ന സങ്കല്പത്തിന് അനേകം വീടുകൾ വെക്കാനാവില്ല, വീട് കൃഷി ചെയ്യാനാവില്ല. മണ്ണിന്റെ ജീവസ് നശിപ്പിക്കാനാവില്ല.
പിന്നീടാണ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് റബ്ബർ വന്നത്, റബ്ബർ ബോർഡും. സബ്സിഡി കൊടുത്താണ് നിലനിർത്തുന്നത്. ഈ നാട്ടിലുണ്ടായതൊന്നും സബ്സിഡി കൊടുത്ത് നിലനിർത്തുന്നില്ല. മനുഷ്യന്റെ നിത്യോപയോഗത്തിന് വേണ്ട സാധനങ്ങൾ ഒന്നും സബ്സിഡി കൊടുത്ത് നിലനിർത്തുന്നില്ല. സിന്തറ്റിക് റബ്ബർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കെ ഇന്ത്യൻ മണ്ണിന്റെ ജീവസ് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന്, മണ്ണിന്റെ ജീവനെ കളയണ്ട എന്ന് നിങ്ങളുടെ ഗവേഷകർ ചിന്തിച്ചിട്ടില്ല. ഒരു വർഷം 1 ഇഞ്ച് വെച്ചാണ് മണ്ണ് താഴുന്നത്. അത് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊന്നും കയ്യിലില്ല. ഏത് റബ്ബർ തോട്ടത്തിലും പോയി നിങ്ങൾക്ക് നോക്കാം. അതിലെ മണ്ണ് താന്നുകൊണ്ടായിരിക്കുന്നത്. കാരണം അതിലെ ഏറ്റവും സത്തായിരിക്കുന്നതാണ്, അതിന്റെ ഏറ്റവും ഉള്ളിലെ സത്തായിരിക്കുന്നതാണ് ഷീറ്റായിട്ട് അടിച്ചു വരുന്നത്. അത് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നില്ല ഭൂമിയിലേക്ക്. മറിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ ഗവേഷകരാരും ആ വഴിക്ക് ചിന്തിക്കുന്നു പോലുമില്ല. പക്ഷെ പ്രാചീനൻ ഇത് വെക്കാതിരുന്നത്, ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാതിരുന്നത്, അവനും ജൈവ മേഖലയുമായുള്ള പാരസ്പര്യം, ഡയലക്റ്റിക്സ്, an eye of the soul ഒന്നുകൊണ്ട് മാത്രമാണ്. അത് വൈദിക സംസ്കൃതി അവന് കനിഞ്ഞനുവദിച്ചതാണ്. ആധുനിക വിദ്യാഭ്യാസം നേടാത്ത പ്രാചീന വൈദിക സംസ്കൃതിയിൽപ്പെട്ട ഒരുവൻ പോലും റബ്ബർ വെച്ച് കളിക്കുന്നുമില്ല. കാശുണ്ടാക്കുന്നില്ലായിരിക്കും. Am I right? Am I right? നമുക്ക് എണ്ണാം, സ്ഥിതിവിവര കണക്കെടുക്കാം. എന്തായി മണ്ണിൽ ഇവനെ കൊണ്ടൊക്കെയുള്ള പ്രയോജനമെന്ന് കണക്കുകൂട്ടി നോക്കാം. മണ്ണും മനുഷ്യനും മരങ്ങളും ചേർന്ന് നൃത്തം വയ്ക്കുന്ന യുഗസന്ധ്യകളെ അവർ സ്വപ്നം കണ്ടത് കുടുംബം ആരംഭിക്കുമ്പോൾ തന്നെ. സങ്കല്പങ്ങളെ കൊടുത്താണ്. മണ്ണിന്റെ നനവും ഗന്ധവുമുള്ള, ജീവന്റെ ചലനാത്മകതയുള്ള സങ്കല്പങ്ങളിലാണ് അന്ന് വിവാഹം സാർത്ഥകമായത്. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ജൽപ്പിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും റബ്ബർ പോലെ നീളുകയും വിട്ടാൽ പൂർവസ്ഥിതിയെ പ്രാപിക്കുകയുമായി. എന്താ മാഷ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ നുണയാണോ? അതുകൊണ്ട് അങ്കുരാർപ്പണത്തിന് വലിയ തലമുണ്ട്. അങ്കുരാർപ്പണത്തിന്റെ സമാപ്തിയിൽ ബ്രാഹ്മണ പഞ്ചഭോജനവുമുണ്ട്. വ്യാഹൃതികളോടുകൂടി ഗർഭാധാനം ആധാന ഗർഭസംസ്കാര ജാതകർമാണി നാമച ഹിത്വാ അന്യത്ര വിധാതവ്യം മംഗളാങ്കുരവാപനം. ഇതിലെല്ലാം അങ്കുരാർപ്പണമുണ്ട്. നാരദസൂത്രം ഇത് വളരെ ഗംഭീരമായി പറയുന്നുണ്ട്. അങ്കുരാർപ്പണ കർത്തവ്യത.
ഗർഭാധാനത്തിലെ നാമകരണത്തിലെ എല്ലാം അങ്കുരാർപ്പണം വേണം. ശാരദാതിലകവും ശൗനക കാരികയും ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അങ്ങനെയും പറയും. കാരണം അവയിൽ നിന്ന് വരുന്ന രശ്മി സമൂഹങ്ങളാണ് ഇവയെ വേറെ വേറെ സ്വഭാവത്തോടു കൂടിയവയായി നിർത്തുന്നതെന്ന് പറയും. അതുകൊണ്ട് അവയ്ക്കുള്ള പൂജനവും ആ വഴിയാണെന്ന് വിശ്വസിക്കപ്പെടും. അങ്ങനെയും ചില ആചാര്യന്മാർക്ക് അഭിപ്രായം ശക്തമായുണ്ട്. ഇത് കഴിഞ്ഞാണ് മാതൃകാപൂജനം. കൗശീതകീ ഗൃഹ്യസൂത്രവും കേശി ഹിരണ്യകേശി ഗൃഹ്യശേഷസൂത്രവും ആദിയില് മാതൃകാപൂജനം വേണമെന്ന്, എല്ലാ കർമ്മത്തിനും വേണമെന്ന് നിർബന്ധം പറയുന്നുണ്ട്. മാതൃഗണനയും അവിടെയുണ്ട്. ഗൗരി, പത്മ, ശചി, മേധ, സാവിത്രി, വിജയ, ജയ, ദേവസേന, സ്വധ, സ്വാഹ, മാതരോ ലോകമാതരഃ. ഇവരാണ് ലോകമാതാക്കൾ. ഗൗരി, പത്മ, ശചി, മേധ, സാവിത്രി, വിജയ, ജയ, ദേവസേന. എഴുതുകയാണോ? എഴുതുന്നുണ്ടേ പറയണം, അപ്പം ഞാൻ നിർത്തി പറയാം. ഗൗരി, പത്മ, ശചി, മേധ, സാവിത്രി, വിജയ, ജയ. ദേവസേന, സ്വധ, സ്വാഹ, സ്വാഹ, മാതരോ ലോകമാതരഃ. ധൃതി, ധൃതിഃ, പുഷ്ടിസ്തഥാ തുഷ്ടി. ധൃതി, പുഷ്ടി, തഥാ തുഷ്ടി. അവിടെ പുഷ്ടിഹി തഥ എന്നാണ്. ഒന്നിച്ചെഴുതുമ്പോൾ പുഷ്ടിസ്തഥാ തുഷ്ടിഹി എന്നാണ്. തുഷ്ടിർ ആത്മദേവതയാ സഹ. തുഷ്ടിരാത്മദേവതയാ സഹ. ഗണേശാനധികാഹ്യേത, ഗണേശാനധികാഹ്യേത. വൃദ്ധൗ പൂജ്യാശ്ചതുർദശൈതി. കാത്യായനും മറ്റും ഇത് വളരെ നിർബന്ധമായി പറയുന്നുണ്ട്. രണ്ട് തരം മാതരമുണ്ട്, രണ്ട് തരം മാതാക്കൾ. മനുഷ്യോ ദൈവശ്ച. മനുഷ്യരായവരും ദൈവങ്ങളായവരുമായ രണ്ട് തരം മാതാക്കളുണ്ട്. അവരുടെ പൂജനമാണ്. ഇത് ശസ്താതപൻ തന്നെ പറയുന്നതാണ്. വിഷ്ണുപുരാണവും ബ്രഹ്മാണ്ഡപുരാണവും ബ്രഹ്മപുരാണവും ഭവിഷ്യപുരാണവും ഒക്കെ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം പ്ലസ് ചൂടാരത്നമെന്ന ഗ്രന്ഥവും. അത് ഞാൻ പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കാര്യത്തിൽ ചൂടാരത്നമെന്ന ഗ്രന്ഥവും ലക്ഷണസംഗ്രഹവും വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. മനുഷ്യര്, നമ്മുടെ അമ്മ, അമ്മയുടെ സഹോദരി ഒക്കെ മനുഷ്യമാതാക്കളാണ്. ദേവമാതാക്കളാണ് ഗൗരി, പത്മ, ശചി മുതലായവർ. അതുകൊണ്ട് രണ്ടു തരം മാതാക്കളുടെയും പൂജനം. ദേവസേനയും ധൃതിയുമെല്ലാം ദൈവികളായ മാതാക്കളാണ്. പതിവായി ഓർക്കണം എന്നാണ്. രാവിലെ എഴുന്നേറ്റ്
മാതൃവന്ദനം വേണമെന്നാണ്. ആദ്യം പെറ്റതള്ളയെ വന്ദിക്കണം. ശങ്കരന്റെ മാതൃപഞ്ചകവും മറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോ വിതനയസ്തസ്യൈ ജനനീ നമ. ഇത് പ്രാർത്ഥിക്കുന്നവൻ എവിടെയാണ് പരാജയം വരുന്നത്? അമ്മേ, പ്രസവ സമയത്തുണ്ടാകുന്ന അവിടുത്തെ ശൂലം കൊണ്ട് കൊളുത്തിപ്പിടിക്കുന്ന പോലുള്ള വേദന അങ്ങനൊന്നും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പിള്ളേര് തല്ലുന്നത്. അവർ കൃത്യമായി വിളിക്കുന്ന, ബോധം കെട്ട് കിടക്കുമ്പോൾ ഉണ്ടായ പിള്ളേരായതുകൊണ്ട് മമ്മീന്ന് വിളിക്കുക. മനസ്സിലായില്ല? 10, 50, 100, 1000 കൊല്ലമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ശവം. മറ്റ് മധുരോദാരമായ പിതൃപൈതാമഹ സംപ്രാപ്തമായ ഭാഷയിൽ അമ്മേ, മാതൃദേവി പ്രസവ സമയത്തെ ശൂലം കൊണ്ട് കൊളുത്തിപ്പിടിച്ചാലുണ്ടാകുന്ന വേദന പോലെയുള്ള അവിടുത്തെ വേദന ഇരിക്കട്ടെ, രുചിയില്ലായ്മ ഇരിക്കട്ടെ, ശരീരം ശോഷിക്കും അതും ഇരിക്കട്ടെ, മലവും മൂത്രവും കലർന്ന ശയ്യയിലുള്ള ജീവിതം അതും പോട്ടെ. ഒറ്റക്കാര്യം, ചൂടാൻ മലര് പോലും ഘനമാകുന്ന ദോഹദ കാലത്തില് കുടുംബം പരിപാലിച്ച ഗർഭഭാര ഭരണക്ലേശം, അതിന് മാത്രം ഒരു പ്രത്യുപകാരം ചെയ്യാൻ ഇവൻ ഒരുങ്ങിയാലും പറ്റാത്തതുകൊണ്ട് അമ്മയെ അവിടുത്തെ നമസ്കരിക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക്. ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ജ്ഞാനിയായ ലോകം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മചാരിയായ ലോകോത്തരനായ ശങ്കരന്റെ വചസ്സുകളാണിത്. അതുകൊണ്ട് അതുകൊണ്ടത് വെച്ച് മാതൃപൂജനം, മാതൃകാ പൂജനം, വസോർധാര ആയുഷ്യ ജപം, ഇത് രണ്ടും അനിവാര്യമാണ്. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, രുദ്രാണി, ചാമുണ്ട, ഇവരുടെയൊക്കെ ദേവപൂജ. ഘൃതധാര, നെയ്യ് അഭിഷേകം ചെയ്യുക, ഘൃതധാര. ഇത് ഇതുവരെ പറയാത്ത ഒരു ഗ്രന്ഥത്തിലും കൂടെ വളരെ കൃത്യമായിട്ട് മദനരത്നം വളരെ ഡീറ്റെയിൽഡായിട്ട് പറയും. രേണുകാരികയൊക്കെ നല്ലപോലെ പറയുമെങ്കിലും അതൊക്കെ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളാണ്. ഇത് കഴിഞ്ഞാണ് നാന്ദി ശ്രാദ്ധം. അതും എല്ലാ ചടങ്ങുകളിലും അനിവാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളെടുത്ത് പഠിച്ചാൽ തീരൂല. ഞാനതിൻ്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്കൊന്നും പോയിട്ടില്ല. ഒന്ന് സൂചിപ്പിച്ചൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പഠിച്ചു എന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയരുത്. ഷോഡശ സംസ്കാര കർമ്മങ്ങളിൽ ആദ്യത്തതെന്ന് പറയാവുന്ന വിവാഹകർമ്മത്തിൽ
ഏതും ആദ്യത്തേതാകാം. കാരണം അങ്ങനെ ഒരു ചക്രമായത് മനസ്സിലായില്ല. വിവാഹത്തിൽ നിന്ന് തുടങ്ങിയാൽ അന്ത്യേഷ്ടിയിലെത്തുകയില്ല. ജാതകർമ്മത്തിൽ നിന്ന് തുടങ്ങിയാൽ അന്ത്യേഷ്ടിയിലെത്തും. വിവാഹത്തിൽ നിന്ന് തുടങ്ങിയാൽ വിവാഹത്തിന് തൊട്ടു മുമ്പ് വന്ന് നിൽക്കണം. ഇതൊരു ചക്രമാണ്. ജനിമരണങ്ങളുടെ ഇതൊരുക്കുന്ന അതിൽ സംസ്കാരമുള്ളവനായി തീരുക. മാനവനെ സംസ്കരിക്കുന്ന കർമ്മം. അതിന്റെ ആഴം, അതിന്റെ വിസ്തൃതി, അതാ പഠിച്ചെടുത്ത് നോക്കേണ്ടത്. ഇനിയുള്ളത് നാന്ദീ ശ്രാദ്ധമാണ്. അതും ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയും. അതിനും 2 പണ്ഡിതന്മാരെ, ജ്ഞാനികളെ, ബ്രാഹ്മണരെ ക്ഷണിച്ചിരുത്തണം. യഥാവിധി പൂജിക്കണം. അക്ഷതാദികൾ സമർപ്പിക്കണം. ഭോജനസ്ഥാനത്തിരുത്തി പൂജിക്കണം. ഒരളവില് തന്റെ പൂർവപിണ്ഡങ്ങളുടെ മുഴുവൻ സ്മരണ ഒരുക്കുന്നതാണ്. എത്രയെത്ര ജന്മങ്ങൾ ഏതെല്ലാം ജന്മങ്ങളിലൂടെ കടന്നുപോയി. വാസിഷ്ഠം പറയുന്ന പോലെ സന്യാസപർവം മുതൽ ജീവടപർവം വഴി ഹംസപർവം വരെ സഞ്ചരിച്ച് രുദ്രഭാവം കൈക്കൊണ്ട് രൂപാന്തരപ്പെട്ട രുദ്രൻ തന്റെ പൂർവരൂപങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുക. അതിലെല്ലാം ശ്രദ്ധ വെച്ച് ഇനിയൊരു ജന്മത്തിന് സാധ്യതയില്ലാത്തിടം തേടി പൂർണ്ണനായിത്തീരുക. എത്ര ജന്മങ്ങൾ, എത്ര കൂട്ടുകെട്ടുകൾ, എന്തെല്ലാം കർമ്മവിശേഷങ്ങൾ, എത്ര അഭിമാനം. ഒരു ക്ഷണനേരത്തിൽ ഏതൊന്നാണെന്ന് ആണ് ഞാനെന്ന് അഭിമാനിക്കുന്നുവോ, അഭിമാനത്തിന്റെ കൂടുകൂട്ടുമ്പോഴെല്ലാം ബീജവൃത്തി വിശേഷങ്ങൾ ഉണ്ടാക്കി ഭാവിയെ അതിനനുഗുണമായി രൂപാന്തരപ്പെടുത്തി അതിലെല്ലാം ജീവിച്ചു തീർന്ന ജീവിതങ്ങളിലൂടെയൊക്കെയുള്ള ഈ സഞ്ചാരപഥം തിരിച്ചൊരു സർഗത്തിൽ, രുദ്രസർഗത്തിൽ അതിലെല്ലാമുള്ള തിരിച്ചു യാത്ര, അത് ഓർമ്മിപ്പിക്കുന്ന നാന്ദീ ശ്രാദ്ധം. സമയം 1 മണിയായില്ലേ? അതാ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നത് കുറഞ്ഞു തുടങ്ങിയോ എന്നൊരു സംശയം. വൈശ്വാനരൻ ഉണർന്നു തുടങ്ങിക്കാണും. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് ആവാം. എത്ര മണിക്ക് തുടങ്ങും? 2:30 മണിക്ക് തിരിച്ചു തുടങ്ങാം. ഞാൻ പരമാവധി പറയുന്ന സമയത്ത് തുടങ്ങുവേ.